ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സർക്കിൾ ഷേപ്പിലുള്ള ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു പാത്രമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോമ്പോസും പെൻസിലും വരച്ചിട്ട് അതിനൊന്ന് റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ കയ്യിൽ കോമ്പോസും പെൻസിലും ഉണ്ട്, പക്ഷേ കോമ്പോസ് ഈ ഒരു സമയത്ത് കാണാനില്ലായിരുന്നു. അപ്പോൾ അത് ഞാനൊരു പാത്രം വെച്ചിട്ടാണ് ആ ഒരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടേ. അത് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് പോലെയൊക്കെ ട്രൈ ചെയ്യാനും മറക്കണ്ട. അങ്ങനത്തെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത് ഒരു ക്യാരി ബാഗാണ്. ഇപ്പോൾ പുറത്ത് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇതുപോലുള്ള ക്യാരി ബാഗിലാണ് ആ ഒരു സാധനങ്ങൾ നമുക്ക് തരുന്നു വിടാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോട്ടൺ ക്യാരി ബാഗ് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് എടുത്തിട്ട് ഇതേപോലുള്ള നമ്മുടെ കാർഡ്ബോർഡ് വെച്ചിട്ട് അതേ സർക്കിളിലൊന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്സ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇപ്പോൾ കട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാരി ബാഗ് ഒട്ടിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഗ്ലൂ തേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു ക്യാരി ബാഗിൽ ഇതുപോലെ കുറച്ച് കട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അങ്ങനത്തെ ബേസ് അത്രയും നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ക്യാരി ബാഗ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു അടിപൊളി ക്യാരി ബാഗ്, ഒരു നല്ല ഓറഞ്ച് കളറിലുള്ള ക്യാരി ബാഗ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു താഴത്തെ അത്രയും പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. പൂക്കളോ മുട്ടുകളോ എന്ന് പറയാം. അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രയാണ് ആവശ്യം അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരം പൂക്കൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമുക്കിത് പൂക്കളായിട്ടല്ല ഈ ഒരു ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മുട്ടുകളാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് പൂക്കൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ താഴ്ഭാഗത്തുള്ള അത്രയും കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇത്രയും പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ആ ഒരു പിടി ഉണ്ടല്ലോ, നമ്മൾ പിടിക്കുന്നില്ല ആ ഒരു പിടി, അപ്പോൾ അതാണ്. അപ്പോൾ അതെടുത്തിട്ട് അതേ നമ്മുടെ ഈ ഒരു ബേസിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്രയാണ് ആവശ്യം അത്രയും ഒട്ടിച്ചിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചെടിയിലെ ഓരോ തണ്ടും എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഗ്ലൂ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതത്രയും നമ്മൾ ഒട്ടിച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പൂവല്ല കുറച്ച് പൂ മൊട്ടുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പൂവിൻ്റെ അതേ മോഡലിൽ വന്നിട്ട് കുറച്ച് മൊട്ടുകൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദേ കാണിക്കുന്നത് പോലെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഓരോ തണ്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണോ നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഇതിനേക്കാളും ക്രിയേറ്റിവിറ്റി ആയിട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കും എന്നെനിക്കറിയാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം. പിന്നെ സെയിം കളറിലുള്ള ക്യാരി ബാഗ് തന്നെ വേണമെന്നില്ല. നല്ല അട്രാക്റ്റീവ് കളറായിട്ടുള്ള നല്ല പിങ്ക് കളറ്, യെല്ലോ കളർ, അങ്ങനെയൊക്കെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ക്യാരി ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു സെയിം കളർ തന്നെ വേണം എന്നൊന്നുമില്ല.
അങ്ങനെ ദേ നമ്മൾ ആ ഒരു കോട്ടൺ ക്യാരി ബാഗിൽ ഉണ്ടാക്കിയെടുത്ത അത്രയും മുട്ടുകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു റിബണാണ്, നല്ല ഗ്രീൻ കളറിലുള്ള റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് വച്ചു കൊടുക്കാനാണ്. അപ്പോൾ അത് അതുപോലെ നീളത്തിലാണ് ഞാൻ വച്ചു കൊടുക്കുന്നത്. നമ്മുടെ എങ്ങനെയാണോ ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ലീഫ് ഡയറക്റ്റ് അങ്ങനെ ഒട്ടിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു ചുളിവ് പോലെ മടക്ക് പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടെ ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ മടക്കുകൾ പോലെ ഒന്ന് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ലീഫ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മൾ 4 ലീഫ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ലീഫല്ല, നല്ല നീളത്തിലുള്ള ലീഫ് വേണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ഒരു ക്ലോത്തിൽ നിന്ന് തന്നെ ഒരു ചെറിയ പൂവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് നമുക്ക് താഴത്തെ ആ ഒരു പോർഷനിൽ ആ ഒരു ലീഫിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു കുഞ്ഞൻ പൂവും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തണ്ടിൽ ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൂവിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഒരു ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നത്, അപ്പോൾ അവിടെയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും കൂടെ ആകുമ്പോഴേ നമുക്കൊരു പെർഫെക്റ്റ് ലുക്ക് തോന്നത്തുള്ളൂ. ഇതേ നല്ല ഭംഗി എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും അടിച്ചെടുത്തപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു പൂവിന് ഒരു ജീവൻ വീഴുന്ന ലുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ വർക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. പിന്നെ കൂട്ടുകാരെ, ഈ ഒരു ക്യാരി ബാഗ് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡിൽ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ദേ നമ്മുടെ ഇത് മാത്രമല്ല, അത് കൂടാഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിലൊക്കെ ഒരുപാട് വീഡിയോസ്, ഞാൻ കൂടുതലും പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വച്ചിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനും മറക്കണ്ട.
അങ്ങനെ ഒരു കുഞ്ഞൻ പൂവിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ചെറിയൊരു ബീഡ്സ് വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും കൂടെ അപ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ കുറച്ച് ലേസ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ, ഈ ഒരു ഗോൾഡ് കളറിലുള്ള ലേസ്. അത് നമ്മുടെ ആ ഒരു ബേസില്ലേ അവിടെ അത്രയും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചുറ്റിയിട്ട് അത് മൊത്തത്തിൽ ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ വന്നപ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ഭംഗി കൂടിയത് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ദേ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഇത് തന്നെ ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലും പഴയ ഡ്രസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ലേസ് ഉണ്ടാവും. ഇത് 1 മീറ്ററിന് 15 രൂപയാണ് ഈ ഒരു ലേസിന്. അപ്പോൾ ഒട്ടുമിക്ക ഷോപ്പുകളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് മേടിച്ചിട്ട് ഇതുപോലെ വയ്ക്കുക. സെയിം തന്നെ ലേസ് ഉണ്ടാവണം എന്നില്ല, പല പല വ്യത്യസ്ത രീതിയിലുള്ള ലേസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് മേടിച്ചിട്ട് ഇതുപോലെ വച്ച് കൊടുത്താലും മതി. അങ്ങനെ അത്രയും ഒട്ടിച്ചെടുത്തപ്പോൾ ഇത് നല്ല ഭംഗി തോന്നുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.